നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള വിവരങ്ങൾ തന്നെയാണ്. മരണത്തിൻ്റെ ഒക്കെ ഇതായിട്ടാണ് ആരും മരിച്ചു എന്നുള്ളത് നമുക്കറിയാൻ കഴിയണില്ല. കാരണം നമ്മളൊക്കെ അത്രയും ഒരു ഇതിൽ ബന്ധമുള്ള ആൾക്കാർ തന്നെ ആയിരുന്നിരുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനെപ്പോഴും ഇവിടെ വന്നുകൊണ്ട് വാർഡ് മെമ്പറും കൂടെ ആയതിൻ്റെ മുന്നേ തന്നെ 5 വർഷം മുന്നേ ഉണ്ടായതായിരുന്നു. അവനെ പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. ഇവിടെ ഇവരൊക്കെ ആയിട്ട് ഞങ്ങളായിട്ട് വീട്ടിലൊക്കെ ആയിട്ട് പഴയതായിട്ടുള്ള ബന്ധം സുഹൃത്തുക്കളുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ സ്റ്റോക്ക് കാരണത്താലപ്പോൾ ഒന്നും ഒരു മനസ്സൊക്കെ ഒരു ഇത് കിട്ടണില്ല. ആകെ എത്ര പേര് സ്കൂളിൽ ഉണ്ടായിരുന്നു? സ്കൂളിൽ അധ്യാപകരാ? അതേപോലെ 8 ആൾക്കാർ. അതിപ്പോൾ 3 ആൾ പോയിട്ടില്ല. പിന്നെ ഭക്ഷണം ഉണ്ടാക്കണ സാജിദാന കുട്ടി, അവളെ മോനും, പിന്നെ ഡ്രൈവറും ഇവിടുത്തെ ബസ്സിൻ്റെ ഡ്രൈവറും ഒക്കെയാണ് ആയിരുന്നത്. പിന്നെ ഒരു മാഷുണ്ട്, മജീദ് മാഷ്, അതിൻ്റെ ഭാര്യ മാഷും പോയിട്ടുണ്ട്. അവരൊക്കെ പോയി. അവർക്ക് മക്കളൊന്നും ഇല്ല. മറ്റേ ആദ്യം മാഷ് മാത്രമാണല്ലോ ഇവിടെ? ഒരു മാഷ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാര്യക്ക് ജോലിയൊന്നുമില്ല. ഭാര്യനെ അങ്ങനെ കൊണ്ടുപോകലുണ്ട് അതിനെ നോക്കാനൊക്കെ വേണ്ടിയിട്ട്. കണ്ണിന് അസുഖമില്ല, കാണാത്ത ആളാണ്. അപ്പോൾ വല്ല മാഷക്ക് കണ്ണിന് സുഖമില്ല, ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭാര്യ എന്നെ കൊണ്ടുപോകലുണ്ട്. ഇവർ പോകുമ്പോൾ കൊണ്ടുപോകലുണ്ട്, ഇവർക്ക് പോകുമ്പോഴും കൊണ്ടുപോകലുണ്ട്. കാരണം അവർ പൊതുവെ അങ്ങനെ ഒരു പോകുന്ന ആൾക്കാർ തന്നെയാണ്. സന്തോഷം ദുഃഖമായി വന്നു മാത്രം. മറ്റ് കുട്ടികൾ ആരുടെയൊക്കെയാന്നുള്ള അറിയോ? ഒന്ന് ഈ സാജിദാൻ്റെ കുട്ടിയാണ്, ഒന്ന് ഷെക്കില ടീച്ചർ അറിയാം, അതിൻ്റെ മോനെ കുട്ടിയാണ്, ഒന്ന് സെമീറ ടീച്ചർ അറിയാം, അല്ല സെമീറ സുഹറ അവരുടെ കുട്ടിയാണ്. ഷക്കീല ടീച്ചറാണോ ഈ പാങ്ങാട് UP സ്കൂളിൽ അധ്യാപകം എന്ന് പറയുന്നത്? അതെ, ഷെക്കില ടീച്ചറാണ് പാങ്ങി UP സ്കൂളിലുള്ളത്. ബാക്കി എല്ലാവരും ഇവിടുത്തെ LP സ്കൂളിൽ? എല്ലാവരും ഇവിടുത്തെ ടീച്ചർമാരാണ്. ഇവരിങ്ങനെ യാത്ര പോകാറുണ്ട് എല്ലാ വെക്കേഷനിലും? അതറിയും? ഏകദേശം പോകലുണ്ട്, എല്ലാ വർഷങ്ങളും പോകലുണ്ട്. അവർ കുട്ടികളെ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷമാണ് പോകലൊക്കെ ചെയ്യൽ. അത് ഇവിടുത്തൊക്കെ അവരൊക്കെ പോയി ഒന്ന് സ്കൂളൊക്കെ തുറന്ന വാർഷികപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ആ സന്തോഷത്തിനൊരു ദുഃഖം ദൈവം തന്നതായിരിക്കാം. ഇവരൊക്കെ അറിയുന്ന എപ്പോഴാണ്? ഞങ്ങൾ പോണ വിവരം ഞാൻ 2 ദിവസം മുന്നേ അറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഇന്നാണ് പോകണമെന്ന് അറിഞ്ഞത്. പിന്നെ മരിച്ചൊരു സമയത്താണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു വേറെ പരിപാടി, ഞാൻ പാലിയേറ്റിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ആ സമയത്തേക്കാണ് ഫോൺ വന്നത്. അപ്പോൾ പിന്നെ ഒന്നാ ടെൻഷൻ ഇറങ്ങാനത്തിൽ ഒന്നും പറയാൻ കഴിയാതെ ഇറങ്ങി പോകുന്നതാണ്. ഈ കുട്ടികളൊക്കെ ഈ UP സ്കൂളിലെ കുട്ടികളാണോ ഈ പാങ്ങാട് പോയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ മക്കൾ? ഈ പിന്നെ വെക്കുന്ന സാജിദാൻ്റെ കുട്ടിയും പിന്നെ സുഹറിൻ്റെ കുട്ടിയും ഇവിടെ ഉണ്ട്. പിന്നെ അതേമാതിരി മറ്റേ ഷക്കീലാൻ്റെ കുട്ടി ഇവിടെ അല്ല, അത് അവർ UPയിലാണ് തോന്നുന്നുണ്ട്. അവരവിടുത്തെ ഇതായതുകൊണ്ട് അവിടെ UP ഉണ്ട്, ഇവിടെ UP ഉള്ളതല്ല, LP UP ഒക്കെ. അതുകൊണ്ട് 2 കുട്ടികൾ ഇവിടെ ഉള്ളതാണ്. അവരങ്ങനെ കൊണ്ടുപോകലും ഉണ്ട്, അവരിവിടെ എല്ലാ പരിപാടിക്കും ഉണ്ടാവലും ഉണ്ട്. കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചു വരുന്നുണ്ടാവുള്ളൂ. കൃത്യമായ വിവരങ്ങളൊക്കെ കിട്ടണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ 10 മരിച്ചു എന്നുള്ള വിവരമൊക്കെ കിട്ടിയത് ആരാണ് എന്തൊന്നും നേരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ആർക്ക് വിളിക്കണം, ആരോട് പറയണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. മരിച്ച കുട്ടി ആരുടേതാണെന്നുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ? മരിച്ച കുട്ടി ഇപ്പോൾ എൻ്റെ സാജിദാൻ്റെ കുട്ടിയാണെന്നും പറയുന്നുണ്ട്. മറ്റേ കുട്ടി മരിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ബാക്കിയായിട്ടുള്ളത് അതൊരു പെൺകുട്ടിയാണ്. അത് സൂറ ടീച്ചർ എന്ന അതിൻ്റെ കുട്ടിയാണ് പെൺകുട്ടി ഉള്ളത്. അങ്ങനെയും കേൾക്കുന്നുണ്ട്. നമ്മൾ പിന്നെ പോയത് നേരെ അറിയാത്തതുകൊണ്ട് നമുക്ക് അത്ര ആരൊക്കെയാണെന്നുള്ള ഫോട്ടോകൾ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ അയൽവാസിയാണ് ഇപ്പോൾ ഈ വീട്ടിലത്തെ കുട്ടി. അവളോട് ചോദിച്ചപ്പോൾ അവൾ പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. ഞാൻ അവൾക്ക് വിളിച്ചു നോക്കി, ഇന്ന് ആരൊക്കെ പോയി പോകുന്നത് കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ 2 സ്കൂളുകളും അടുത്തടുത്തുള്ളതാണ്? എത്ര ദൂരം ഉണ്ട് വ്യത്യാസം? ഒരു 3.5 കിലോമീറ്റർ അങ്ങോട്ടുണ്ടാവും UP. ഇത് LP. അവിടെ UP LP ഉണ്ട്, ഇവിടെ LP മാത്രം. ഇവിടെ LKG LP മാത്രം. അപ്പം ഒന്നിച്ച് യാത്രയൊക്കെ ചെയ്ത് വരുന്ന ടീച്ചേഴ്സ് ആയിരിക്കും, അങ്ങനത്തെ ഒരു ബന്ധമായിരിക്കും? അങ്ങനെയാണ്. അത് പിന്നെ അവിടെയുള്ള ബന്ധത്തിന് മുകളിൽ അവർ വന്നതായിരിക്കും. പിന്നെ ആ ടീച്ചർ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുട്ടികളെ ഇതാക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്നത് 2 ടീച്ചർമാർ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ പുതിയത് കയറല്ല. അവർ വേക്കൻസി കുറത്തിന് ഇതിൻ്റെ BLOമാരുടെ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പകലായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിരുന്നു. ടീച്ചേഴ്സൊക്കെ ആദ്യം തുടക്കം മുതൽ ഇവിടെ ഉള്ളവർ തന്നെയാണ്, ഒരു വന്നവരൊന്നും? അവരൊക്കെ ഒരു 10-12-15 വർഷം വരെയൊക്കെ ഏകദേശം ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമാണ്. മിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഉണ്ടല്ലേ? എഡ്മസ് പുലാമന്തോളുള്ളത്. പിന്നെ രാഷ്ട്ര ടീച്ചറാണത് പിന്നെ ഇവിടെ കുളത്തൂർ. ആ ടീച്ചറും കുറേ വർഷങ്ങളായി ഇവിടെ, ഒരു 8-10 വർഷം വല്ല ആ ടീച്ചറുമായിട്ടുണ്ടോ. എല്ലാ ടീച്ചർമാരെല്ലാം ആക്റ്റീവും, എല്ലാവരായിട്ടും നല്ല സൗഹൃദം, നല്ല ബന്ധവും, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഉള്ള അയൽവാസികളൊക്കെ ആയിട്ട് PTA കമ്മിറ്റിക്കാരായിട്ടും ഇവിടുത്തെ രക്ഷിതാക്കളായിട്ടും എല്ലാവരും നല്ല സൗഹൃദമാണ്. ആർക്കൊരു അവരൊന്നും സംബന്ധിച്ച് ഒന്നും പറയാനില്ല, നല്ലതേ പറയാനുള്ളൂ. നമ്മൾ അവരോട് അങ്ങോട്ടാണ്, അതേപോലെ തന്നെ അവർക്ക് നമ്മളോട് ഇവിടുന്ന് കണ്ടാലും വിളിക്കാനും മിണ്ടാനും ചെയ്യാനൊക്കെ ഉള്ളൊരു ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.